എക്സ്പീരിയൻസ് പറയാമോ? കുറേ ടേക്സ് പോയി ബിക്കോസ് അച്ഛൻ ആദ്യമായിട്ടായിരിക്കും അത്രയും ടേക്സ് പോകുന്നല്ലേ? കുറേ ടേക്സ് പോയി ബിക്കോസ് ഞാൻ ആദ്യം എനിക്ക് ലൈക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ. സ്കൂളിലൊക്കെ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടുണ്ട്. അവരൊരുപാട് പ്ലേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്ലേ പുറത്ത് പോയി കാണാറുണ്ട്, ഒരുപാട് പ്ലേ വായിക്കാറുണ്ട്, ഒറ്റമായ എഴുതാറുണ്ട്, നന്നായിട്ട് പടം വരയ്ക്കാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മുടെ ചില സ്കിറ്റുകളൊക്കെ പണ്ട് ചെയ്യായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത്. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുമെന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്കതിനുള്ള ഒരു സിസ്റ്റമുണ്ട്. അതില്ലായിരുന്നെങ്കിൽ വേറെ സിനിമയിൽ അഭിനയിക്കുമായിരുന്നു എന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജൂഡ് ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ, അൻസാരി ഉസ്താദ് വിസ്മയ മോഹൻലാലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എന്തെല്ലാം നല്ല വാക്ക്, എത്ര നല്ല വാക്കുകളാണ് പറയുന്നില്ലേ അദ്ദേഹം. ഇതാർക്കും ഒട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല കേട്ടോ, ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവരത്. ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. പിന്നെന്താ എന്താ വിഷയം എന്ന് വെച്ചാൽ വിസ്മയ മോഹൻലാലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അവളുണ്ടല്ലോ ഇപ്പോൾ പിന്നെ പുതിയ സിനിമ ഒക്കെ ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും പ്രൊമോഷൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൊക്കെയാണ് ഇല്ലേ. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മോളിൽ എന്താ പറയല്ലേ എന്ന് വെച്ചാൽ വസ്ത്രമാണെങ്കിലും ഇപ്പോൾ വലിയ വലിയ സിനിമ നടന്മാരെ മക്കളൊക്കെ ഉണ്ടല്ലേ, വസ്ത്രത്തിൽ അത്ര ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ വിസ്മയൻ പിന്നെ മോഹൻലാലിൻ്റെ വസ്ത്രം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇല്ലേ. ഒരു പിന്നെ ഫാഷനോ കാര്യങ്ങളോ, ഫാഷൻ്റെ അല്ല മറിച്ച് നല്ല രീതിയിലായിട്ട് നല്ല ഒതുക്കല്ലേ മോളായിട്ട് തോന്നുന്നുണ്ടല്ലേ അവള്. പിന്നെ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ അൻസാരിസ്തയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് കേട്ടോക്കിയേ. എടാ മക്കളെ, ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെറും പുലിയല്ലടാ, പുപ്പുലി പെൺപുലി. നമ്മുടെ നാട്ടിൽ പെൺപുലി എന്ന് പറഞ്ഞാരാ? ഇത്തിരി ഇല്ലാത്ത തുണി കൊണ്ട് മൂടും മുഞ്ഞും മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെറുതെ തർക്കിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പരസ്പരം ചുംബിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ. അതുമല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ് വെറുതെ ഞെളിയാൻ നടക്കുന്ന ആള്. ഇതൊന്നുമല്ല. സ്വന്തം നിലപാട് നിർഭയത്വത്തോടു കൂടി ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ആ മനസ്ഥിതിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതാണ് പെൺപുലി. വിസ്മയ മോഹൻലാൽ, ബിഗ് സല്യൂട്ട്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം, അതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുമ്പോൾ ലാലേട്ടന്റെ മകളായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ വിശ്വാസികളാൽ അവർ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് വോട്ടർമാർ തന്നെ, അവരിലെ വിദ്യാർത്ഥി സമൂഹം, യുവസമൂഹം അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സമരത്തെ ഈ രൂപത്തിലാണോ അടിച്ചമർത്തുന്ന ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പിന്നെ ദാ കിടക്കുന്നു ചട്ടികലവും. മോഹൻലാലിന്റെ അച്ഛന്റെ 10 തലമുറനെ വരെ തന്തക്ക് വിളിയും തലവടിയും പൂരത്തെറി. ലാലേട്ടന്റെ, വിസ്മയ മോഹൻലാലിന്റെ മാത്രം അക്കൗണ്ടിലല്ല, ലാലേട്ടന്റെ അക്കൗണ്ടിലും തെറിവിളിയുടെ പൂരം. ലാലേട്ടൻ ആ എമ്പുരാൻ കഴിഞ്ഞൊന്ന് സമാധാനത്തെ വന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇനിയിപ്പോടെ അദ്ദേഹം തീവ്രവാദപ്പെട്ടില്ലാവും. ഇനിയിപ്പോ ഇതിനകത്ത് വിസ്മയ മോഹൻലാൽ രക്ഷപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്, എന്താറിയോ? വിസ്മയ എന്നുള്ള പേരുമുണ്ട് ലാലേട്ടന്റെ മകളായതുകൊണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ എങ്ങാനും പേര് ഇപ്പം മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നടൻ, അദ്ദേഹത്തിന് യാതൊരു മതവുമായി യാതൊരുവിധ ബന്ധമില്ലെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം പേരാണെന്ന് വിചാരിക്കുക. ഞാൻ എരവാദം പറയണേ അങ്ങനെ തന്നെ. വിസ്മയ എന്നുള്ള സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ആ പ്രശസ്ത നടനോട് പറയുന്ന വർത്താനം, ഡാ മോനെടാ, നീ ഒരു പാകിസ്ഥാനിലേക്ക് മോക്കൊരു ടിക്കറ്റ് എടുത്തോട്, നിങ്ങളുടെ തറവാട്ടുകാരെല്ലാം അവിടെ ഉണ്ടെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? വിസ്മയുടെ സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ടിക്കറ്റ് പാകിസ്ഥാനിലേക്ക് എടുക്കാൻ പറയും. പക്ഷെ ഇവിടെ വിസ്മയ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാ? വിസ്മയ എന്നുള്ള പേരും കൊണ്ട് രക്ഷപ്പെട്ടു. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഇത്രയധികം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിലപാട് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ യുവസമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു, അറിയാവോ? APJ അബ്ദുൽ കലാം. നമ്മുടെ യുവസമൂഹത്തെ കിനാവ് കാണാൻ പഠിപ്പിച്ച ആ സമൂഹത്തെ വർത്തമാന കാലഘട്ടത്തിൽ അടിച്ച് തലപൊളിച്ച് രക്തം ചിന്തുമ്പം നമ്മൾ ഈ രാജ്യത്തെ ഏത് വ്യവസ്ഥയിലാണ് വിശ്വസിക്കേണ്ടത്? ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമവാഴ്ചയൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകില്ലേ? ഏതായിരുന്നാലും വിസ്മയ മോഹൻലാൽ, ഇപ്പം നിങ്ങൾ തെറി കേട്ടാലും ആക്ഷേപം കേട്ടാലും നാളെ നിങ്ങളെ സമൂഹം ഓർക്കും ഈ നിലപാടിന്റെ പേരിൽ. ജയ് ഹിന്ദ്. അപ്പോൾ അതാനായിട്ട് അൻസാരിസ്തത് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം പിന്നെ നല്ല മോളായിട്ടാണ് ഇല്ലേ, അവർ വസ്ത്രത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും അവരെന്ത് ഈ വാക്ക് പറഞ്ഞതിനാണ് കേട്ടോ അവരെങ്ങനെ ഇതായിട്ടുള്ളത്.
അപ്പോൾ അതായത് വണ്ടിയിലെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. നല്ല രസമാണ്. സിനിമ കാണുമ്പോൾ ഞാൻ പറയാം ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ. പല സിനിമകളും കണ്ടിട്ടില്ല. ഞാൻ കുറേ മയക്ക് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഈ പേടിയുള്ള സിനിമയൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ഹൊറർ കാണില്ല. കാണില്ല. അങ്ങനത്തെ കുറെ സിനിമകൾ കാണില്ല. നമ്മള് ചില സിനിമ കണ്ട് ഇഷ്ടമായില്ല, എനിക്ക് ഇഷ്ടമായില്ല. റീസെന്റ് അല്ല ഏത് ഹൊറർ പടം റീസെന്റ് ആയിട്ട് Obsession. DSRA അത് ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്നില്ല എന്നാ പറഞ്ഞ. പിന്നെ എല്ലാരും ഫുൾ ഫാമിലി പോയപ്പോ ഞാനും പോയി ഒരു ജാക്കറ്റ് പിടിച്ച് കണ്ടു. പക്ഷെ അച്ഛന്റെ ഏതോ ഒരു പടം ഇപ്പൊ പേര് വരുന്നില്ല, ബട്ട് നമ്മളെല്ലാരും വീട്ടില് കാണായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് ആ പേടി ഫീലിംഗ് വന്നപ്പോ ഞാൻ ഒരുമിച്ചിരുന്ന് കണ്ടാലും ആ പ്രശ്നം ഉണ്ടല്ലേ. സോ ഏത് പടംന്റെ പേര് ഓർമ്മയില്ല, സോറി. ഹൊറർ സിനിമ ശരിയാ. ലൈക്ക് ആ ഈ ഫീലിംഗ് വരുമ്പോ ഹൊറർ വരുന്ന പോലെ ഒരു തോന്നുമ്പോ എനിക്ക് ഇത് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. വേറെ വേറെ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ. എക്സൈറ്റഡ്. നല്ല രസം. ഒരാൾക്ക് സിനിമ അധികം ചെയ്യണ്ട, സിനിമ ചെയ്യണം. ഒരാള് എങ്ങനെയെങ്കിലും സിനിമയിൽ ഇങ്ങനെ പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട്